തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിനിടെ പടന്നയിൽ UDF പ്രവർത്തകർ മസ്ജിദിൽ കയറിയത് വിവാദമാകുന്നു. ഇത് നഗ്നമായ ചട്ടലംഘനമാണെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നും UDF നേതൃത്വം അറിയിച്ചു. This news sponsored by ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഭാഗമായുള്ള പരസ്യപ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിനിടെ പടന്ന മൂസഗാജി മുക്കിലെ സലഫി മസ്ജിദിൽ UDF പ്രവർത്തകർ കയറിയ സംഭവമാണ് വിവാദമായി മാറിയിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെയും INTUCയുടെയും കൊടികൾ വീശിയാണ് പ്രവർത്തകർ മസ്ജിദ് പരിസരത്ത് പ്രവേശിച്ചതെന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. ആരാധനാലയങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത് ശരിയല്ലെന്ന വിമർശനം ഇതിനോടകം തന്നെ വിവിധ മത സാമൂഹിക സംഘടനകളിൽ നിന്നും ഉയർന്നു വന്നു കഴിഞ്ഞു. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി LDF നേതാക്കളും രംഗത്തെത്തി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ VP മുസ്തഫ ചരിത്ര ഭൂരിപക്ഷം നേടും എന്ന നിലയിലാണ് എത്തിയിരിക്കുന്നത്. ഇതിൽ വിരളി പൂണ്ടുകൊണ്ടാണ് UDFൻ്റെ സ്ഥാനാർത്ഥിയും അതിൻ്റെ പ്രവർത്തകരുമെല്ലാം ബോധപൂർവം കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നമ്മുടെ മണ്ഡലത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുട്ടിക്കലാശം നടന്നപ്പോഴാണ് ഇവിടെ മൂസാജി മുക്കിൽ പള്ളിയിലെ മേലെ കയറിയിട്ടാണ് ലീഗിൻ്റെ പതാകയും INTUCയുടെ പതാകയും വീശിയത്. ഇത് മതപരമായി വോട്ട് പിടിക്കുന്നതിൻ്റെ മറ്റൊരു ഭാഗമാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണിതെന്നും മതപരമായ ഇടങ്ങളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് അനുവദിക്കാനാവില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ഇത് തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് നടത്തിയിട്ടുള്ളത് എന്നൊരു പ്രത്യേകം പറയുന്നു. ഇപ്പോൾ ശക്തമായ നടപടി ഇതിൻ്റെ മേലെ എടുക്കേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ UDFൻ്റെ ഭാഗത്തുനിന്ന് ഈ ഗൾഫിലുള്ളവരുടെ പ്രത്യേകമായിട്ടുള്ള ID കാർഡൊക്കെ ഉണ്ടാക്കി കള്ളവോട്ട് ചെയ്യാനുള്ള വലിയ പ്ലാനിലാണ് ഇപ്പോൾ പ്രത്യേകിച്ച് പടന്ന പോലുള്ള പടിഞ്ഞാറൻ മേഖലകൾ അതിവിപുലമായ തോതിൽ കള്ളവോട്ട് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. മാത്രമല്ല സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും LDF നേതൃത്വം അറിയിച്ചു. പ്രത്യേകിച്ച് കലാപത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിത്തം ഉണ്ടാക്കുന്നത് ഈ സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ തന്നെയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ തിരഞ്ഞെടുപ്പ് നടത്താനാണ് സ്ഥാനാർത്ഥികൾ മുൻകൈ എടുക്കാറ്. എന്നാൽ കലാപം ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒട്ടേറെ സംഭവങ്ങൾ അതാണ് തെളിയിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം പ്രവണതകൾ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഭീഷണിയാണെന്നും ഇവർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.